തിരക്കിനിടയിൽ അല്പനേരം എന്ന നമ്മുടെ ഈ സിനിമ റിലീസായതിനു ശേഷം എല്ലായിടത്തുനിന്നും വളരെ നല്ല അഭിപ്രായം വരുന്നതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ അത് ഏറ്റെടുക്കും. കാരണം ചില സെൻറ്ററിലൊക്കെ അതിൻ്റെ വ്യക്തമായ അനുഭവം ഞാൻ നേരിട്ട് അറിഞ്ഞു. അതൊക്കെ നമ്മുടെ കണ്ണ് നിറച്ച സംഭവമാണ്. ആദ്യത്തെ ഒരു സംരംഭം അത് ചർച്ചയാവുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണിത്. എല്ലാവരും കണ്ട് സിനിമ ഒന്ന് വിജയിപ്പിക്കണം. രണ്ടാം വാരത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കാരണമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് നന്ദി എല്ലാവർക്കും. ഈ മൂവിയിലെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ വളരെ പ്രൗഡാണ്, വളരെ ഹാപ്പിയാണ്. ഇമോഷൻസ് ഉള്ള കഥാപാത്രമായിരുന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയ്ക്ക് ഇമോഷണൽ ഉണ്ടാവുമെന്ന്. കാരണം അഭിനയിച്ചപ്പോഴും ഡബ് ചെയ്തപ്പോഴും ഒന്നും വിചാരിച്ചില്ല. സിനിമ കണ്ടിറങ്ങിയപ്പോഴാണ് ഇത്രയ്ക്കും ഇമോഷണലായി ഉണ്ട് എന്ന് അറിഞ്ഞത്. ഇവരുടെ അഭിനയം കറക്റ്റ് അല്ലായിരുന്നെങ്കിൽ എല്ലാവരും ന്യൂ ഫേസസ് ആണ്. ഞാൻ ഓട്ടോമാറ്റിക്കലി ഇവരെ അങ്ങനെ കട്ട് ചെയ്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്? നമ്മൾ 4, 5, 6 ക്യാരക്ടേഴ്സ് ഉണ്ട്. This is the time of your life. Remember, you don't get it twice. The time of your life. നമ്മുടെ ഏറ്റവും പുതിയ ചിത്രമായ തിരക്കിനിടയിൽ അല്പനേരം 2ാം വാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എറണാകുളം സംഗീത തിയേറ്ററിൽ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ് ഈ വിജയാഘോഷം പങ്കിടാൻ വേണ്ടിയിട്ട്. ഇത് കുട്ടികൾക്ക് കേന്ദ്ര കഥാപാത്രമാക്കി ചെയ്ത ഒട്ടനവധി മെസ്സേജ് എന്ന് പറഞ്ഞാൽ സാധാരണ മെസ്സേജ് അല്ല, നല്ല രീതിയിൽ അത് കൺവിൻസ് ചെയ്തിരിക്കുകയാണ് ഡയറക്ടർ ഈ ചിത്രത്തിലൂടെ. ആ പടത്തിൻ്റെ കണ്ടൻറ്റ് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ ഓരോ മാതാപിതാക്കളും തിരക്കുള്ള മാതാപിതാക്കൾ കണ്ടിരിക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. അതാണ് ആ പടത്തിൻ്റെ ടാഗ് ലൈൻ തന്നെ. ഏതായാലും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഞങ്ങളിവിടെ പങ്കിടുകയാണ്. ഞങ്ങളൊരു ചെറിയ പ്രോഗ്രാമാണ് എങ്കിലും അല്ലേ, ഞങ്ങളുടെ പടം ചെറിയൊരു പടം, പക്ഷേ വലിയ രീതിയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ആ പടം. ഏതായാലും അതിനകത്ത് ഡയറക്ടർ ജയനാനിക്കാടുണ്ട്, അസോസിയേറ്റ് ഡയറക്ടർ അജ്മൽ, അതുപോലെ ക്യാമറ DOP ചെയ്ത ടോൺസ് എഡിറ്റർ, പിന്നെ നമ്മുടെ താരങ്ങൾ ശിവാനി, അനിരുദ്ധ്, അതുപോലെ തന്നെ നിരഞ്ജൻ, നവൻലാൽ, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും എത്തിയിട്ടുണ്ട്. പിന്നെ നിത്യ അതിനകത്ത് അഭിനയിച്ച എല്ലാവരും എത്തിയിട്ടുണ്ട്. ഏതായാലും സംവിധായകൻ തന്നെ ഈ സന്തോഷം പങ്കിടട്ടെ. ജയനാനിക്കാട് സംസാരം വലിയ ഹൈപ്പോടെ ഒന്നും വന്നില്ലെങ്കിലും, പക്ഷേ നേരത്തെ ഷിഞ്ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് അഭിമാനം തോന്നുന്നു. വലിയ ഹൈപ്പോടെ ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. തിയേറ്ററുകളിൽ വലിയ ഹൗസ്ഫുൾ എന്തെങ്കിലും, പക്ഷേ നല്ല പടം എന്ന രീതിയിൽ തന്നെ അഭിപ്രായം കയറിക്കൊണ്ട് ഇത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു ഒറ്റ കഴിവല്ല, എന്നോടൊപ്പം സഹകരിച്ച എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതിന് എല്ലാവരോടും, ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ടേഴ്സ്, മറ്റുള്ള ടെക്നീഷ്യൻസ് എല്ലാവരും ഉൾപ്പെടെ ഞാൻ പറയുന്നു, അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ, ഇതിൻ്റെ ഒരു മെസ്സേജ് മാത്രം ഉൾക്കൊള്ളുകൊണ്ട് ഓരോ ദിവസം കഴിയുന്തോറും ഷൂട്ടിങ് പോസിറ്റീവ് വൈബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആസ്വദിച്ച് ചെയ്തതിൻ്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ തൊടുപുഴ സിൽവർ ഹിൽസിൽ പോയിട്ടാണ് സിനിമ കണ്ടത്. ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊരു നാടകമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ നാടക ക്യാമ്പിലുള്ള 10-18 പേരോളം ചേർന്ന് പോയിട്ടാണ് ഈ സിനിമ കണ്ടത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ചിലയിടങ്ങളിലൊക്കെ പിന്നെ ആദ്യത്തെ ഒരു തുടക്കമാണല്ലോ. എന്നെ ഈ മൂവിയിലേക്ക് സെലക്ട് ചെയ്ത ജയൻ സർ, ഒത്തിരി താങ്ക്സ്. പിന്നെ എന്നെ ഈ മൂവിയിൽ ആ ഒരു ക്യാരക്ടർ ആവാൻ ഹെൽപ്പ് ചെയ്ത അജൂക്ക, ടോൺസ് ചേട്ടൻ, എല്ലാവർക്കും ഒത്തിരി നന്ദി. പിന്നെ ഇപ്പോൾ നമ്മുടെ മൂവി 2ാം വാരത്തിലേക്ക് കടക്കുകയാണ്. സോ സന്തോഷം. പല സീൻസും കണ്ടപ്പോൾ ശരിയാക്കണമെന്ന് തോന്നി. അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അപ്പോൾ അടുത്ത പടത്തിൽ പിടിക്കാം. താങ്ക് യു. ഈ സിനിമ കണ്ടപ്പോൾ ഒന്നും കൂടി നന്നാക്കണമെന്ന് തോന്നി, എന്നാലും കുഴപ്പമില്ല. എൻ്റെ പേര് അനിലെന്നാണ്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഓട്ടോക്കാരൻ്റെ വേഷമാണ് ചെയ്യുന്നത്. ആ വേഷം തന്ന ജയൻചാരന് ഇതിനോടൊപ്പം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇത് കണ്ട് ഈ പടം 2ാം വാരത്തിലേക്ക് വന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും എല്ലാവരും വന്ന് ഈ പടം കാണണം എന്നാണ് എൻ്റെ അപേക്ഷ. എല്ലാവരും, പ്രത്യേകിച്ച് മീഡിയാസ്, കാരണം ഏറ്റവും കൂടുതൽ ഇതിൻ്റെ റിലീസിങ്ങിൻ്റെ അന്ന് സപ്പോർട്ട് ചെയ്ത മീഡിയാസ്, അവരുടെ പ്രൊമോഷൻസ്, അത് വളരെയധികം ഹൈപ്പായിട്ട് അതിനെ മാറുകയും ചെയ്തു. ആ ഹൈപ്പ്, വലിയ ഹൈപ്പിൽ വന്ന ഒരുപാട് പടങ്ങളുണ്ട്. ആ പടങ്ങളും അതിൻ്റെ ഇടയിൽ
നമ്മുടെ അല്ലേ നമ്മൾ ഹൈപ്പില്ലാതെ വന്നു, പക്ഷേ ഹൈപ്പായിട്ടൊരു ചർച്ച ചെയ്യുമ്പോൾ അതിലൊരുപാട് സന്തോഷം. ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊരു കേക്ക് മുറിച്ചൊരു മധുരം നുകർന്നുകൊണ്ട് അത് സന്തോഷിക്കാൻ തീരുമാനിച്ചു. അതിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും ഹാർദവമായ നന്ദിയും സ്നേഹവും കടപ്പാട് അറിയിച്ചുകൊണ്ട് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ഈ സിനിമ രണ്ടാം വാരത്തിലേക്ക് എത്തിച്ച എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. ഈ എല്ലാ മീഡിയാസിനും എല്ലാ പ്രേക്ഷകർക്കും, എക്സ്പെഷ്യലി ജയൻ ചേട്ടൻ, ഒരു മോളും അമ്മയായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റ്സും സങ്കടവും എല്ലാം അതിൽ വന്നിട്ടുണ്ട്. മോളെക്കുറിച്ചുള്ള ആവലാതിയാണ് അമ്മയ്ക്ക്. എന്നെ സംബന്ധിച്ചൊരു രണ്ടാമത്തെ പടമാണ് എങ്കിലും അതിൻ്റേതായിട്ടുള്ള ചെറിയ ബാലപീഡകളൊക്കെ സിനിമയിലും കാണാനുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ മെച്ച രീതിയിൽ തന്നെയാണ് പടം. അത് നല്ല മെസ്സേജുള്ളൊരു പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത് വളരെയധികം നല്ല ആഴത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വേരിറങ്ങാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമുണ്ട്. നന്ദി. ഇവരുടെ ക്യാരക്ടേഴ്സിൽ ഞാൻ ഹാപ്പിയാണ്. ഇവർ പറയുന്ന എന്തർത്ഥത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഇവരുടെ അഭിനയം ശരിയല്ലായിരുന്നെങ്കിൽ ഇവരെ ആ നിമിഷം ഞാൻ കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞേനെ. അത് വേറൊരു കാര്യം.